ഈ രണ്ടാമത്തത് എന്തായിരുന്നു? രണ്ടാമത്തത് വാല്യൂ റാഷണൽ ആണ് അല്ലെ? വാല്യൂ റാഷണൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ വേർഡ് റാഷണൽ എന്നും പറയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിന്റെ പിന്നിൽ എന്തുണ്ടാവും? വാല്യൂസ് ഉണ്ടാവും. സർട്ടൻ വാല്യൂസ്, ബിലീവ്സ്, അങ്ങനെ നമ്മൾ ഇൻട്രൻസിക് ആയിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്ന കുറച്ച് വാല്യൂസിനെ ബേസ് ചെയ്തിട്ട്, ബിലീവ്സിനെ, വിശ്വാസങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു സോഷ്യൽ ആക്ഷൻ അല്ലെങ്കിൽ സാമൂഹിക പ്രവൃത്തിയാണ് എന്ത്? വാല്യൂ റാഷണൽ അഥവാ വേർഡ് റാഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ഒരു വാല്യൂ ആണ്, എൻ്റെ റിലീജിയൻ ക്രിസ്ത്യൻ ആണെന്നിരിക്കട്ടെ, ഞാനൊരു ക്രിസ്ത്യൻ സമൂഹത്തിൽ പെടുന്നതും എൻ്റെ ഉള്ളിലുള്ള ഒരു വാല്യൂ ആണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. ഞാൻ ആ ഒരു വിശ്വാസത്തിലും ആ റിലീജിയസ് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്ത് നമ്മൾ ടെക്സ്റ്റിൽ കുറച്ച് ക്രിസ്ത്യാനി സമൂഹത്തെ അപകീർത്തിക്കപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുവെങ്കിൽ ആ കാര്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ എന്താ പറയുക, ഉള്ളിൽ നിന്ന് എനിക്കൊരു താല്പര്യക്കുറവുണ്ടാവും അല്ലേ? ആ ഒരു താല്പര്യക്കുറവ് ഞാൻ എന്തിലൂടെ, ടീച്ചിങ്ങിലൂടെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ ചെയ്യുന്ന സോഷ്യൽ ആക്ഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? വാല്യൂ ഇൻട്രൻസിക് ആയിരിക്കും, എൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതായിരിക്കും, എൻ്റെ വാല്യൂവിനെ എൻ്റെ ബിലീഫ്സിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും, അല്ലാണ്ട് ഒരിക്കലും അതേപടി ആയിരിക്കില്ല. അതെന്താണ് അത്? ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് വേർഡ് റാഷണൽ ആണെന്നാണ് അർത്ഥം. ഇപ്പോൾ അത് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു എൻവിയോൺമെന്റിനെ സംരക്ഷിക്കേണ്ട രീതിയിൽ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്, ഒരു മാർച്ച് നടക്കാന്നിരിക്കട്ടെ. അപ്പോൾ ആ മാർച്ചിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? നമ്മൾ സമൂഹത്തെ സംരക്ഷിക്കേണ്ടത്, നമ്മൾ എൻവിയോൺമെന്റിനെ സംരക്ഷിക്കേണ്ട നമ്മളെ ഉത്തരവാദിത്തമാണ്. എൻവിയോൺമെന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്കും അങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആ ഒരു എൻവിയോൺമെന്റിനോടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവില്ലേ, നമ്മൾ അതിന്റെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥ കൊണ്ടാണ് നമ്മൾ ആ ഒരു മാർച്ചിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടസ്റ്റിന് പോകുന്നത്. അല്ലാണ്ട് ഒരിക്കലും ആ മാർച്ചിൽ പോയി കഴിഞ്ഞാൽ 500 രൂപ വൈകുന്നേരം കിട്ടുന്നോ, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഏർണിങ്സ് കിട്ടുന്നോ, അല്ലെങ്കിൽ ഉച്ചകളത്തെ ഫുഡ് കിട്ടുന്നോ കരുതിയിട്ടില്ല. ചിലപ്പോൾ ഒരു വേർത്തും ഇല്ലാണ്ട് വെറുതെ ടൈം വേസ്റ്റിംഗ് മാത്രമായിരിക്കും. പക്ഷെ ആ ഒരു എഫേർട്ട് നമ്മൾ അവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലുള്ള ആ വാല്യൂവിനെ നമ്മൾ പ്രതിഫലിപ്പിക്കുകയാണ് നമ്മൾ ആ പ്രവൃത്തിയിലൂടെ. അങ്ങനെ ഒരു പർപ്പസ് ബേസ് ചെയ്തിട്ട് നമ്മളത് ചെയ്യുകയാണ്. നമ്മളെ വാല്യൂവിനെ, ഉള്ളിലുള്ള ബിലീഫ്സിനൊക്കെ വിശ്വാസത്തിനൊക്കെ വേണ്ടി നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി വാല്യൂ റാഷണൽ അല്ലെങ്കിൽ വേർഡ് റാഷണൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഈ ഒരു ടൈപ്പിലാണ് പെടുക. ഓക്കെ, ക്ലിയർ? പിന്നെ വെബർ പറയുന്നത് ഈ ഒരു പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ മേ ബി വ്യക്തിക്ക് അർത്ഥവത്തതായി തോന്നുന്ന ഒരു പ്രത്യേക മൂല്യം അല്ലെങ്കിൽ ഉയർന്ന തരം ഗുണം സാക്ഷാത്കരിക്കുക അല്ലെങ്കിൽ അത് നേടിയെടുക്കുക. അതുപോലെ തന്നെ ആ മൂല്യം എന്ത് ചെയ്യണം? ആക്ടറിന് മേൽ ചുമത്തുന്ന നൈതികപരമായ ഒരു ബാധ്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അദ്ദേഹം പറയുന്നത്. അതിന് ഉദാഹരണം അദ്ദേഹം പറയുന്നത് കുടുംബത്തോടുള്ള നമ്മളെ പ്രതിബദ്ധത, പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള സ്നേഹം. അതാണ് ടീച്ചർ പറഞ്ഞൊരു എക്സാമ്പിൾ. പ്രൊട്ടസ്റ്റിന്റെ മാർച്ചിലൊക്കെ നമ്മൾ പോവാന്ന് പറയുന്നത്. പിന്നെ രാജ്യസ്നേഹം, വിശ്വസ്തത. പിന്നെ ഒരു കപ്പലിൽ നിന്നും ക്യാപ്റ്റൻ കുത്തനെ കടലിലേക്ക് ചാടുന്നത് പോലെ ചില പ്രവർത്തനങ്ങൾ അതിൻ്റെ മൂല്യവിനയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പറയുന്നത്. അങ്ങനെ വാല്യൂവിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം എന്തിൽ പെടും? വാല്യൂ റാഷണൽ അഥവാ വേർഡ് റാഷണൽ എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പിൽ പെടും. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് നോക്കാം. അതെന്തായിരുന്നു? അഫക്ച്വൽ ഓർ ഇമോഷണൽ ആണ് അല്ലേ? അഫക്ച്വൽ ഓർ ഇമോഷണൽ ആയിട്ടുള്ള ആക്ഷൻ. അതിൻ്റെ ഉത്തരം എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്. അഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് അവരോടുള്ള ഒരു ഉള്ളെന്നുള്ള ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ബന്ധം, ഒരു വൈകാരികത അല്ലേ? ഇമോഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വൈകാരികത തന്നെയല്ലേ? ഇമോഷണൽ ആയിട്ട് ഞാൻ അവരായിട്ട് വളരെ അറ്റാച്ച്ഡ് ആണ്. നമ്മൾ നമ്മുടെ പാരൻസിനായിട്ട് ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് അല്ലേ? അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ നമ്മളൊരു ഇമോഷണൽ ആൻഡ് അഫെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ആ ഒരു ആക്ഷനെ നമ്മൾ ഏതാണ്? അഫെക്ഷൽ ഓർ ഇമോഷണൽ ആക്ഷൻ എന്നാണ് പറയാം. ഇപ്പം ഈ ഒരു അഫെക്ഷൽ ആക്ഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മളെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു, മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നന്നായി കരയും. കരയുന്നത് ഒരു സോഷ്യൽ ആക്ഷനാണ്, ഒരു പ്രവൃത്തിയാണല്ലേ? അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? അഫെക്ഷൽ ഓർ ഇമോഷണൽ. നമ്മൾ ആ ഒരു വ്യക്തിയുമായിട്ട്, മരണപ്പെട്ട വ്യക്തിയുമായിട്ട് അത്രയും ഇമോഷണലി കണക്റ്റഡ് ആൻഡ് അഫെക്ഷൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കരയുന്നത്. നമ്മൾ ആ ഒരു വ്യക്തിയായിട്ട് ഒരു ബന്ധമില്ല, ഏതോ ഒരാളാണെങ്കിൽ നമുക്ക് കരച്ചിൽ വരില്ല. അതാണ് ആ ഒരു അഫെക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി അതേപോലെ തന്നെ നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും സന്തോഷിക്കുന്നുണ്ട്. അതെന്തിനാ? മറ്റൊരു വ്യക്തിയാണ് മറ്റൊരു വ്യക്തിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യം, സന്തോഷിക്കേണ്ട കാര്യം എന്താ? ആ വ്യക്തിയായിട്ട് നമ്മൾ അത്രയും കണക്റ്റഡ് ആണ്, അത് നമ്മളെ സ്വന്തമാണ് നമ്മൾ വിചാരിക്കുകയും അത്രയും ഇമോഷണലി നമ്മൾ അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് ആ വ്യക്തിയുടെ ജന്മദിനം നമുക്ക് സന്തോഷമായി മാറുകയും ആ സന്തോഷം നമ്മൾ ഒരു സോഷ്യൽ ആക്ഷനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, അല്ലേ? അതാണ് ഇവിടെ എഫക്ഷണൽ ആറ് ഇമോഷണൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഒരു വൈകാരിക ബന്ധത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെയോ മൂലം നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ ഒരു പ്രവൃത്തി ഏത് ആക്ഷനിലാണ് ഇൻക്ലൂഡഡ് ആവുന്നത്? മൂന്നാമത്തെ ടൈപ്പായ അഫക്ഷൽ സോഷ്യൽ ആക്ഷനിലാണ് ഇൻക്ലൂഡഡ് ആവുന്നത്. ഇനി നാലാമത്തെ ട്രഡീഷണൽ ആക്ഷൻ ആണ്, അല്ലേ? ഇതും നമ്മൾ ആ ടേമിൽ തന്നെ ഉണ്ട്. ട്രഡീഷണൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളെ പാരമ്പര്യമായിട്ട് നമുക്ക് ജനറേഷൻ വഴി മറ്റു ജനറേഷനിലേക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കസ്റ്റംസ്, ഹാബിറ്റുകൾ, ശീലങ്ങൾ, കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു സോഷ്യൽ ആക്ഷനിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ട്രഡീഷണൽ ആക്ഷനാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ അമ്മമാരിൽ അല്ലെങ്കിൽ അതിൻ്റെ മുന്നുള്ള ജനറേഷൻ വഴിയാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? നമ്മളെ അടുത്തേക്ക് റിലീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള മതം എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുള്ളത്, അല്ലേ? അപ്പം നമ്മൾ മതപരമായിട്ടൊരു പരിപാടി അല്ലെങ്കിൽ മതപരമായിട്ടൊരു സെറിമണി, ഒരു ആഘോഷം നടത്തുന്ന സമയത്ത് എല്ലാവരും അത് ആഘോഷിക്കുന്നു. ആ ആഘോഷത്തിൽ ഏർപ്പെടുന്നത് ഒരു സോഷ്യൽ ആക്ഷനാണ്. എന്നാൽ അത് എന്തുകൊണ്ട് നമ്മൾ ഏർപ്പെടുന്നു? നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് പ്രതീക്ഷിച്ചിട്ടാണോ? നമ്മൾ ഇൻസ്ട്രുമെൻ്റലിലൊക്കെ പറഞ്ഞ പോലെ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണോ? അല്ല. പകരം എന്താണ്? നമുക്ക് ട്രഡീഷണലി മറ്റേ ജനറേഷൻ വഴി കിട്ടിയിട്ടുള്ള നമ്മളെ വിശ്വാസങ്ങളെയും നമ്മളെ ശീലങ്ങളെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നൊരു പർപ്പസിലൂടെ മാത്രമാണ് നമ്മൾ ആ ഒരു സോഷ്യൽ ആക്ഷനിൽ ഏർപ്പെടുന്നത്. അത് തന്നെയാണ് ഇതിനൊരു ഉദാഹരണമായിട്ട് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചില കമ്മ്യൂണിറ്റിക്ക് മാത്രമുള്ള ചില ആചാരങ്ങളുണ്ടാവും, ചില രീതികളുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ ജനറേഷനിൽ നിന്നും പുതിയ ജനറേഷൻ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളാണ്. പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറി കൈമാറി വരുന്നതാണ്. അങ്ങനെ കൈമാറി കൈമാറി വരുന്ന ഈ ഒരു ആക്ഷൻസുകൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു സോഷ്യൽ ആക്ഷൻ ഉണ്ടാവുകയും ആ സോഷ്യൽ ആക്ഷൻ ഏതിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നത്? ട്രഡീഷണൽ സോഷ്യൽ ആക്ഷൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ അതിൽ. ഇനി അതിന് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വെബർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വെബർ പരമ്പരാഗത പ്രവർത്തനം അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ആക്ഷൻ എന്നത് ചില നിത്യവിശ്വാസങ്ങളിൽ ആധാരമാക്കിയിട്ടുള്ള സാമൂഹിക പ്രവർത്തനമാണെന്നാണ് പറയുന്നത്. അതായത് വ്യക്തിയുടെ നൈതിക തത്വങ്ങളും പതിവ് വിശ്വാസങ്ങളും അടിസ്ഥാനമാക്കി ഒരാളെ നിർദ്ദേശിക്കുന്ന രീതിയാണ് ഇത്. മറ്റുള്ള പ്രവർത്തനങ്ങളോട് താരതമ്യപ്പെടുത്തിയാൽ ഇതിന് വ്യക്തിപരമായ അർത്ഥം ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ വ്യക്തി അവസരങ്ങളിൽ പ്രത്യുൽപ്പന്നമായിട്ട് പ്രതിനിധീകരിക്കുന്നു. ഒരു പതിവായി അവൻ്റെ യാഥാർത്ഥ്യബോധം അവനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രതികരിക്കുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതിന് തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്ക് മുന്നേ കിട്ടുന്ന ബിലീഫ്സും വിശ്വാസങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഫോളോ ചെയ്യുന്നു. എന്തിനാണ്? നമ്മൾ ആ ഒരു ട്രഡീഷണൽ വാല്യൂ സംരക്ഷിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരു സാമൂഹിക പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ഷൻ്റെ ഇതിലൂടെയുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ വെബറിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തിലും വ്യാഖ്യാനത്തിലും മനസ്സിലാക്കാനും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. പ്രകൃതിയിലെ വസ്തുക്കളെ പോലെ അല്ലാതെ മനുഷ്യർ അവരുടെ പ്രവർത്തനങ്ങളിൽ അവരവരുടെ അർത്ഥബോധം ഉൾപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്നു. അതായത് ഒരു സോഷ്യൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു മീനിങ് ഉണ്ടാവില്ലേ, അത് തന്നെയാണ്. ദെൻ വ്യക്തിപരമായ അർത്ഥങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും വ്യക്തിയുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ വെബർ പല ആശയങ്ങളും അവതരിപ്പിച്ചു. ഇതിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന ആശയമാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ള വെസ്റ്റേൺ എന്നത്. അതായത് മനസ്സിലാക്കൽ അല്ലെങ്കിൽ വ്യാഖ്യാനാത്മക അറിവ് അല്ലെങ്കിൽ അനുഭവപരമായ അർത്ഥം എന്നിവയാണ് എന്തിൻ്റെ മീനിങ്? വെസ്റ്റേണിൻ്റെ മീനിങ്. അപ്പോൾ വെസ്റ്റേൺ എന്താണെന്ന് ഒറ്റ വാക്കി ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ഒരു പാരഗ്രാഫും കൂടിയാണ് ഈ ലാസ്റ്റിലുള്ളത് കേട്ടോ. അതായത് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ഒരു അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവും വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് വ്യക്തമാക്കാൻ പല ആശയങ്ങളും വന്നിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന ആശയമാണ് എന്തെന്ന് പറയുന്നത്? വെസ്റ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. ഈ വെസ്റ്റേൺ എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കലെന്നോ അല്ലെങ്കിൽ വ്യാഖ്യാനാത്മക അറിവ് എന്നോ അല്ലെങ്കിൽ അനുഭവപരമായ അർത്ഥം എന്നൊക്കെ ഈ വെസ്റ്റേണിനെ നമുക്ക് സൂചിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്കതിനെ പറയാം. ഓക്കെ, ഇപ്പം എന്താണ് സോഷ്യൽ ആക്ഷൻ എന്നും എന്താണ് വെസ്റ്റേൺ എന്നും ഈ സോഷ്യൽ ആക്ഷനെ 4 ടൈപ്പ് എന്താണെന്ന് ക്ലിയർ ആയില്ലേ?